എക്സ്പൾസിൻ്റെ ക്രാഷ് കാർഡാണ് കേട്ടോ. ഫുള്ള് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്, അല്ലാതെ ഇടാൻ പറ്റുന്നില്ല. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ വീഡിയോയിൽ ഏതാണ്ട് നമ്മൾ 50ാമത്തെ ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകണ എവിടെയെന്ന് വെച്ചാൽ വേണ്ടില്ലേ, സഞ്ജീവിക്കായിട്ട് പോവുകയാണ്. ഗായത്രി എന്താണ് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇവിടുത്തെ അംഗൻവാടിയിൽ നിന്ന് അമൃതം പൊടി, സൂചി കൊതമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് ഇവിടുത്തെ അംഗൻവാടിയിൽ നിൽക്കുന്ന ഈ വീട്ടിന് തൊട്ടപ്പുറത്തുള്ള ചേച്ചിയാണ് കേട്ടോ. അപ്പം ആ ചേച്ചി ഒടിഞ്ഞ് നമ്മൾ അംഗൻവാടി കൂടെ ഒന്ന് യൂട്യൂബിൽ കാണിക്കണമെന്ന് കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് എങ്ങനെ ഇടുമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെ ഒരു ചെറിയൊരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആയതുകൊണ്ട് വീഡിയോ അപ്പോൾ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്ന് അംഗൻവാടിയിലെ കുട്ടികളെയൊക്കെ ഒന്ന് കാണിച്ച് ഒരു ചെറിയൊരു വീഡിയോ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി ആദ്യം ഈ സഞ്ചി നിറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാമേ. അംഗൻവാടി കാണിക്കാം. അയ്യോ, കുട്ടികളില്ലേ ഇന്ന്? 3 പേരേ ഉള്ള. കഴിഞ്ഞ വന്നപ്പോഴൊക്കെ ഇവിടെ ഫുള്ള് കുട്ടികളായിരുന്നു കേട്ടോ. ഇന്ന് 3 പേരേ ഉള്ളു. ആര് അത് മിണ്ടാത്ത മിണ്ടോ? എന്തിന് പിന്നെ വേണ്ടേ? കൊള്ളാം. ഇതൊക്കെ കേട്ടോ ഇവിടുത്തെ വെറ്റിയാണ്. മിണ്ടാത്ത എന്തൊരു ഊറ് മിണ്ടോ? നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. എന്തൊക്കെയാണ് ചേച്ചി തരാൻ പോകുന്ന? 2.5 കിലോ ഗോതമ്പ്. അതാണ് ഇവിടെ ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും കൊടുക്കുന്നത്. 6 മാസം മുതൽ 3 വയസ്സ് വരെ കൊടുക്കുന്ന കുട്ടികൾക്ക് അമൃതപ്പൊടി. ഒരു കുട്ടിക്ക് 6 കിലോ. ഷെഗാന്ന് പറഞ്ഞ കൊച്ചല്ലേ? രഹാൻ. താങ്ക് യു. പോട്ടാ. അപ്പോൾ ഇനി വേറെ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ വരാം. പോടാ ജി. കഷ്ടാർത്ഥത്തിന് കുട്ടികൾ ആരും ഇല്ലാതായിപ്പോയി കേട്ടോ. എന്ത് പറ്റിയാ എന്തോ. ഉള്ളപ്പോഴൊക്കെ സൂപ്പറാണ്. ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ നേരത്തൊക്കെ ഈ കുട്ടികൾ പാട്ട് കേൾക്കാം, അവരെ ഓരോ തമാശകളൊക്കെ കേട്ടെങ്ങനെ ഇരിക്കുമായിരുന്നു കുറച്ച് നേരം ഇവിടെ. ഇന്ന് ആരും ഇല്ലാതായിപ്പോയി ഗൈസ്. വലിയ അടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നേ എടുത്തു. കുഴപ്പമില്ല. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ആ വണ്ടി എടുത്തിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ ആയിട്ട് തന്നെ ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നുമില്ല. നമ്മുടെ ഡെയിലി ഒബ്സർവേഷനിലും അങ്ങനെ ആയിരിക്കും. എങ്കിലും വീട്ടിൽ നിന്ന് ഇറക്കുമ്പം സാധാരണ ഒരു പ്ലാനിങ് ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ല. അങ്ങനെ പോണ പോക്കിൽ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ തോന്നും, അപ്പോൾ അങ്ങോട്ട് പോയി ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം നമ്മുടെ റൈറ്റ് സൈഡിലെ ഗ്രിപ്പ് മാറ്റിയായിരുന്നു. നമ്മളെ സ്റ്റോക്ക് ഗ്രിപ്പായിരുന്നു കേട്ടോ ആക്കിയിരുന്നത്. എന്ന് വെച്ചാൽ അത് ആക്സിഡൻറ്റ് ആയപ്പോൾ ആ ഒരു ഗ്രിപ്പ് കീറിപ്പോയായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോഴും നമ്മൾ RCBയുടെ ആ ഒരു ഗ്രിപ്പാണ് കേട്ടോ ഇട്ടേക്കണം. ഈ ഗ്രിപ്പ് പക്ഷേ പുള്ളി സാധനമാണ്. ഗ്ലൗസ് ഇട്ട് പോകാൻ നേരത്ത് അല്ലെങ്കിൽ ഗ്ലൗസ് ഇല്ലാത്ത സമയത്തൊക്കെ ആയാലും കൈ ഇങ്ങനെ നമ്മളെ പശ കണക്ക് ഒട്ടിക്കും. എന്ന് വെച്ചാൽ കൈക്ക് വേറെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. മഴയത്തായാലും നമ്മളെ നല്ല ഗ്രിപ്പ് നൽകുന്ന ഒരു ഗ്ലൗ ആണ്. ഗ്ലൗന്ന് ഗ്രിപ്പാണ് ഈ RCBയുടെ ഈ ഒരു ഗ്രിപ്പ്. ഈ ഒരു ഗ്രേ കളർ തപ്പി ഒരുപാട് നടന്നായിരുന്നു. ഇപ്പോൾ എവിടെയും കിട്ടിയില്ല. അപ്പോൾ നമ്മളെ മോട്ടോ പ്ലാന്റ് വിളിച്ചു ചോദിച്ചു, നമ്മളെ യൂസഫ് ബ്രോയുടെ ഷോപ്പിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഈ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു അവിടെ ഈ ഒരു സാധനം സെയിം കളർ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മളെ മോട്ടോ പ്ലാനറ്റിൽ വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായി പറഞ്ഞിട്ടുണ്ടെന്ന്. ഇപ്പം ചെന്നതിനിപ്പോൾ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം പണിയാ അടക്കട്ടെ. മറ്റേ RCBയുടെ ഗ്രിപ്പില്ല, അതിരിപ്പോണ്ടാ. ഞാൻ ചുമ്മാ ഇറങ്ങിയത് വീഡിയോയ്ക്ക് ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. ഇത് അതിൻ്റെ ഹിമാലയൻ്റെ ക്രാഷ് കാർഡാ? ഇതിനു വേണ്ടി വരുത്തിയതല്ലേ? ഓക്കെ. എക്സ്പൾസിൻ്റെ ക്രാഷ് കാർഡാണ് കേട്ടോ. പുള്ളി വെച്ചിട്ട് പുള്ളിയുടെ ശരീരപ്രകൃതം കൊള്ളുകൊണ്ടാണ് എന്തോ ഇത് മുട്ട് കിട്ടുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എക്സ്പ്രസിൻ്റെ ക്യാഷ് കാർഡ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാ. ഇത് തന്നെ ഐറ്റം, ഈ കളർ തന്നെ. ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ ബ്രോ? ചെയ്തല്ലോ. മതി. ഡ്യൂക്കിൽ ഇത് എത്രയാണ്? 470. ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാ? 475 റേറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് MRP ഇട്ടിരിക്കുന്ന പ്രൈസാണ്. കറക്റ്റ് പ്രൈസ് എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ.
അപ്പം ഇതിന് മുമ്പ് യൂസ് ചെയ്ത ഗ്രിപ്പിൻ്റെ അവസ്ഥ അതാ ഇപ്പോൾ ഇതാണ്. ഒരുപാട് ഗ്ലൗസൊക്കെ ഇട്ട് യൂസ് ചെയ്തുകൊണ്ടൊക്കെയാണ് തോന്നുന്നു കുറച്ച് ഭാഗങ്ങളൊക്കെ പോയായിരുന്നു. കുറച്ച് ഇതിനൊക്കെ ഈ ലൈനൊക്കെ തേഞ്ഞ് പോയായിരുന്നു കേട്ടോ. റൈറ്റ് സൈഡിൽ നമ്മളെ സ്റ്റോക്ക് ഗ്രിപ്പാണ്. ഇതിന് ഡാമേജ് ഒന്നും ഇല്ല, പക്ഷേ ഈ ഒരു ഗ്രിപ്പിൻ്റെ ഫീല് വേറെ കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും ഇത് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാ കാണിച്ചു തരാം. അത് നിങ്ങൾ കണ്ട എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ആർക്കും ഇത് ഇടുന്നതിന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്യണമെങ്കിൽ നേരെ വന്നാൽ മതി. എൻ്റെ വണ്ടി ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയാൽ കേട്ടോ. വേറെ ഒന്ന് ഓട്ടിക്കൊന്നും വേണ്ട, ജസ്റ്റ് പിടിച്ചു നോക്കിയാൽ മാത്രം മതി. അപ്പോൾ അറിയാം ഇതിൻ്റെ ഫീൽ എങ്ങനെയാണെന്ന്. ഗ്രിപ്പ് സെറ്റ് ചെയ്യാൻ പോകണം നമ്മളെ റെഡ് ബോംബാണ് കേട്ടോ. റെഡ് ബോംബാണ് അപ്പോൾ നമ്മൾ ഗ്രിപ്പ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഗൈസ് അപ്പോൾ ഇതിൻ്റെ ബ്ലൂ കളർ ഇതാ ഈ ഒരു വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് RCBയുടെ തന്നെ ബ്ലൂ കളർ ഗ്രിപ്പാണ്. എങ്ങനെയുണ്ട് എന്തുവാടാ? ടേപ്പ് ലൂസാ? അത് അപ്പുറത്തെ സൈഡായിരിക്കുംടാ. ഇത് കണ്ട നീ നല്ല റെഡ് ബോംബ് തന്നെ. നമ്മളാ ഈ ത്രോട്ടിലിൻ്റെ ഇവിടെ കുറച്ച് ബട്ടൺ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് ഫുള്ള് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. അല്ലാതെ ഇടാൻ പറ്റുന്നില്ല, ഒരുമാതിരി മുഴച്ചിരിക്കുന്നു. നമ്മളെ സാധാരണ സ്റ്റോക്കിലാണെങ്കിൽ ഇവിടെ ചെറിയ ഹോളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇപ്പം നമ്മളെ ഈ RCB ഗ്രിപ്പിലാകുമ്പോൾ അങ്ങനത്തെ ഇല്ല. എന്ന് വെച്ചാൽ യൂണിവേഴ്സിൽ എല്ലാ ബൈക്കുകളും യൂസ് ചെയ്യാനുള്ളതല്ലേ. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു സംഭവം കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ സെറ്റായി ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗ്രിപ്പ്? എങ്ങനെയുണ്ട്? ലുക്ക് പൊളിയല്ലേ? നേരത്തെ ഇത് തന്നെ ഇരുന്നത് കറക്റ്റ് മാച്ചിങ് നോക്കി പിന്നെയും അതിനൊക്കെ ഇങ്ങ് എടുത്തതാണ് കേട്ടോ. ഇതിപ്പം വണ്ടി ഓട്ടിക്കാൻ നേരത്തെ മനസ്സിലാവും കറക്റ്റ് ഇതിൻ്റെ ആ ഒരു എന്താണ് ഒരു കംഫർട്ട് അടിപൊളിയാണ്. ഗൈസ് ഒരു തകർപ്പം വീഡിയോ എടുക്കാനായിട്ടൊരു അവസരം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഫ്രണ്ട് അവൻ ഇങ്ങോട്ടാണ് ഇപ്പോൾ വിളിച്ചത്. ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് അവൻ്റെ വണ്ടിയിൽ എക്സോസ്റ്റ് വയ്ക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഏത് വണ്ടിയെന്ന് ചോദിച്ചാൽ നമ്മളെ ബെനലി 302 ആണ്. അപ്പം സെറ്റ് ഒരു വീഡിയോയ്ക്കായിട്ട് ഇപ്പോൾ വെയിറ്റിംഗാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരെ നമ്മളിപ്പോൾ സതീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് വന്നു, ഞാൻ അവിടെ കാണുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് മാറ്റാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അവൻ അവിടെ നിന്ന് വരണം. വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. അപ്പോൾ അവന് അവിടെ നിന്ന് ഇവിടം വരെ ഏകദേശം ഒരു 15-20 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ദൂരമാണ്. എൻ്റെ ഇവിടെ +1 +2 ഒരുമിച്ച് പഠിച്ച ഫ്രണ്ടാണ് കേട്ടോ. വിശാൽ എന്നാണ് പേര്. അപ്പോൾ അതാ വർക്ക്ഷോപ്പിൽ നിന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ വന്നിട്ട് നമുക്ക് എക്സോസ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് എക്സോസ്റ്റിൻ്റെ സൗണ്ടും നോട്ട് കൂടെ ഉള്ളൊരു ബഹളമൊക്കെ ആക്കിയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും വന്നിട്ട് നമുക്ക് എക്സോസ്റ്റ് മാറ്റാം. അപ്പോൾ വണ്ടി ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഒന്ന് ആദ്യം എന്താണ് എക്സോസ്റ്റ് വയ്ക്കുന്നതിന് മുമ്പായിട്ട് വണ്ടി എക്സോസ്റ്റിനോട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കേൾപ്പിച്ച് തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് നോട്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് വണ്ടി എക്സോസ്റ്റ് വയ്ക്കുന്നതിന് മുമ്പായിട്ടൊന്ന് ഓടിച്ച് നോക്കിയിട്ട് അതിന് ശേഷം നമ്മൾ വയ്ക്കാൻ പോകണം എക്സോസ്റ്റ് ഇതാണ് കേട്ടോ. ഈ മുതലെയാണ് അപ്പോൾ ഇന്ന് കയറ്റാനായിട്ട് പോകണം. അപ്പം ഇത് കയറ്റിയതിന് ശേഷം എങ്ങനെയുണ്ട് നോക്കാം. ഇനിയിപ്പം ആദ്യം ഒന്ന് ഓടിച്ച് നോക്കട്ടെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് 302 ഓടിക്കുന്നത് കേട്ടോ. പക്ഷേ തിങ്സ് സിലിണ്ടറാണ്. പക്ഷേ വണ്ടിക്ക് പൊതുവേ പവർ കുറവെന്നൊക്കെയാണ് പറയണം. ആരൊക്കെ സൗണ്ട് എന്നാണ് പറയണം. ഇതിന് പറ്റിയ മറ്റേ IXIL എക്സോസ്റ്റ് ഇല്ലേ, അത് കയറ്റിയാൽ ഇതിൻ്റെ സൗണ്ട് വേറെ ലെവലിൽ നിന്നാണ് പറയണം. അപ്പോൾ ഒന്ന് നോക്കട്ടെ പവറൊക്കെ അങ്ങനെ ഉണ്ടെന്ന്. വണ്ടി കയറാൻ പാടാണ്, പക്ഷേ സൗണ്ട് നൈസാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട് സൗണ്ട്, കേട്ടോണ്ടിരിക്കാൻ പറ്റിയ സൗണ്ടാണ്. സ്റ്റോക്ക് സൗണ്ട് തന്നെ, അധികം ഓവറും അല്ല, നല്ല സ്മൂത്തായിട്ട് പോകുന്ന സൗണ്ടാണ്. അപ്പോൾ കേട്ടിറങ്ങിയാണൊക്കെ തന്നെയാണ്. വണ്ടി അധികം പവർ കാണിക്കുന്നില്ല, പക്ഷെ കൊള്ളാം കേട്ടോ. പവർ ഇല്ലെന്നല്ല, പവർ ഉണ്ട്. പക്ഷെ തിങ്സിനോടൊന്നൊക്കെ പറയാൻ നേരത്ത് കുറച്ചും കൂടെ പവർ എക്സ്പെക്റ്റ് ചെയ്യും എല്ലാവരും. പക്ഷെ വണ്ടി നൈസാണ്. വണ്ടി റവ് ചെയ്യാൻ നേരത്ത് കിടന്ന് മുഴകുന്നു. ഞാൻ വേറൊരു വിറ്റ് കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ ഹോൺ ജസ്റ്റ് ഒന്ന് അടിച്ച് കേൾപ്പിച്ച് കാണിച്ചു തരാം. ഇതൊക്കെ ഞാനൊക്കെ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കേട്ട് തുടങ്ങിയ ഹോണൊക്കെയാണിത്. അമ്പോ, ഇതൊക്കെ എനിക്ക് വേണ്ടി ഞാനെടുത്ത് സെറ്റ് ചെയ്താ. യെസ്, പൊളി സൂപ്പർ. ഇപ്പം നമ്മൾ എക്സോസ്റ്റ് സെറ്റ് ചെയ്യാം. അപ്പം ഇനിയിപ്പം ഇതാണ് ഇതിൻ്റെ സ്റ്റോക്ക് എക്സോസ്റ്റ് കേട്ടോ. ഇതുകൊണ്ടാ ഇതൊക്കെ റെക്കോർഡിങ് ആയിരുന്നു. ഓക്കെ, ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബെൻഡ് വയ്പ്പ് ഇപ്പോൾ നമ്മളില്ലല്ലോ കേട്ടോ. എന്ന് വെച്ചാൽ ബെല്ലി 302
എക്സോസ്റ്റ് വയ്ക്കാൻ ബെൻഡ് ട്യൂബ് ഇല്ല. അപ്പോൾ നമ്മളെ ഇരിക്കുന്ന ഒരു ഡ്യൂക്ക് 390 BS4 ബെൻഡ് ട്യൂബാണ് കേട്ടോ. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ബെൻഡൊക്കെ ചെയ്തിൻ്റെ അത് കയറ്റാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ബെൻഡിക്കൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും തൊട്ടപ്പുറത്തുള്ള ലെയ്ത്തിൽ പോയിട്ട് അവിടെ നിന്ന് ആ ഒരു ബെൻഡ് ട്യൂബ് കുറച്ചും കൂടെ ഇതിൻ്റെ സൈസിൽ ബെൻഡൊക്കെ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നടക്കൂ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല, നോക്കാം എന്തായാലും. ഓക്കെ, ഇവിടെ നമ്മൾ മുമ്പ് ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഒരു ഡ്യൂക്കിൻ്റെ ചേസൊക്കെ വെള്ളമൊക്കെ ചെയ്ത് ആ ലൈത്താണ് കേട്ടോ. പവർ വാരിക്കോരി തരയിട്, പവറിനൊന്നും ഒരു പ്രശ്നമില്ല. ഇതാണ് ഇരിക്കുന്നതാണ്, ഇതാണ് സൈലൻസർ. ഇത് ഇവിടെ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും. അപ്പം ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്നൊരു ബെൻഡ് ഇങ്ങോട്ട് കൊടുക്കണം. ഇത് നോക്കാൻ വല്ലതും പറ്റുമോ? വേറെ പൈപ്പ് ഇട്ടെങ്ങാനും ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഈ സാധനം എങ്ങനെയെങ്കിലും വയ്ക്കണം, അത്രേ ഉള്ളൂ. വെൽഡ് ചെയ്താൽ പറ്റത്തില്ലല്ലോ, നമുക്ക് ഊരി ഇളക്കി വയ്ക്കുന്ന രീതിയിൽ രണ്ടൊന്നും വെട്ടു കൊടുത്താൽ അത് ചെയ്യാണ്ട് ഇത് വെട്ടു കൊടുത്ത കണക്ക് അത് ഊരി വരും. പ്ലയറിട്ട് അടിച്ചാൽ ഊരി വരും. അപ്പോൾ ഇത് അകത്ത് കയറ്റി എടുക്കാം. അല്ല അണ്ണൻ്റെ ഐഡിയ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തോ, സെറ്റ് ചെയ്യണം. നമുക്ക് സൗണ്ട് കേൾക്കണം. ഫുള്ള് നോക്കാൻ കേട്ടോ. പക്ഷെ ഭയങ്കര ആത്മാർത്ഥത ഉള്ള ഒരാളാണ് കേട്ടോ പുള്ളി. അതിന് വേണ്ടിയിട്ട് വേറെ ജോലി തിരക്കിന് നിൽക്കരുത്. അതിൻ്റെ ഇടയിൽ ഇതിനു വേണ്ടി കുറച്ച് ടൈമൊക്കെ കണ്ടെത്തി ഇതിനെപ്പറ്റിയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കി പറഞ്ഞു തരികയാണ് കിട്ടില്ല മാമൻ. പക്ഷെ ഇന്ന് നടക്കത്തില്ല. ഇന്ന് പുള്ളിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തിങ്കളാഴ്ച കൊണ്ടുവരാൻ പറഞ്ഞത് എക്സോസ്റ്റ് വയ്ക്കാനായിട്ട്. എക്സോസ്റ്റ് സെറ്റ് ചെയ്ത് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം അതേ ഇപ്പം എന്ത് ചെയ്യാന്ന് തന്നെ തിങ്കളാഴ്ച സെറ്റ് ചെയ്യാമല്ലേ? അപ്പോൾ തന്നെ ഊരിക്കൊണ്ട് വരാന്നാ? പിന്നെ അല്ല മുഴക്ക് കൊപ്പും. ഓക്കെ അല്ലയാ, അപ്പോൾ കാണാം ഗൈസ്. ഇതാണ് അപ്പോൾ നമ്മളെ കൂടെ പഠിച്ച വിശാൽ ഗൈസ്. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ വിശാൽ തിരിച്ച് വീട്ടിലും പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീടെത്താറായിട്ടുണ്ട്. അപ്പം മൊയിലിന് കഴിക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് സ്ഥിരം മുട്ടക്കോസിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. മുട്ടക്കോസിൻ്റെ വേസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ പോകാൻ നേരത്ത് അതും കൂടെ എടുത്തുകൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി പോയി വെട്ടി അരിയണം. സാബണ്ണ മുട്ടക്കോസിൻ്റെ ഇല ഒരു പിച്ചാത്തി ഇതെടുക്കട്ടാവാ. ഇതാ ഈ ഇരിക്കുന്ന ചാക്കില്ലേ, ഇതിൻ്റെ അകത്താണ് ഇല ഫുള്ള് ഇരിക്കുന്നത്. അയ്യോ മൊത്തം പോയത്. ഓക്കെ, ഇതിൻ്റെ അകത്തിട്ട് കൊണ്ടുപോകാം. ആ പെണ്ണിൻ്റെ വേലത്തരമാണ് ഗായത്രിയുടെ. അവളാണ് മൊയിലിൽ വേണം തേങ്ങ വേണം എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഉള്ള ജോലി മൊത്തം ഇപ്പം ഞാനാണ് നോക്കണം. ഇതിനു വേണ്ടി തീറ്റ ഒപ്പിക്കണം. എന്നിട്ട് ഇപ്പം അവൾ അടപ്പ് സുഖമായിട്ട് കിടക്കണം. ായിട്ട് നമ്മളെ സാലമാക്കാം. ബാബു എല്ലാം എത്തിയിട്ടുണ്ട്. റഹ്മാനും കൂടെ റഹ്മാനും എത്തിയിട്ടുണ്ട്. കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ റഹ്മാൻ ഇപ്പോൾ ഗൾഫിന്നൊക്കെ വന്നതേ ഉള്ളൂ. നല്ല സൂപ്പർ നാടൻ എവിടെ പറിച്ചോണ്ടാന്ന് അറിയാം. മതി രണ്ടെണ്ണം മതി 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 ചേട്ടാ. പോരെ കാണിച്ചാൽ മതി. ഇത്രയും ഇല ഇപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജാമ്പയ്ക്ക സമണം. ഒരു മിനിറ്റ് ഗായ്സ്. അപ്പം നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഓണാക്കാൻ ടൈമായിട്ടുണ്ട്. അതാണ് ഞാൻ 390 ക്വിക്ക് ഷിഫ്റ്റർ ഓണാക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ മലക്കറി വാങ്ങണം, അതുപോലെ തന്നെ ഈ അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മടിയിൽ വെച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പം
രണ്ട് കൂടുതൽ സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൈ വിട്ടിട്ട് നിൽക്കാക്കൂല. അപ്പോഴാണ് ഞാൻ ക്വിക്ക് ഷിഫ്റ്റർ ഓണാക്കി എടുത്തത്. എന്നിട്ട് ഒരു കൈ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ക്വിക്ക് ഷിഫ്റ്റർ ഓണാക്കി ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗണൊക്കെ ചെയ്ത് അങ്ങ് പോവും. ഇനിയിപ്പം അല്ലാത്ത പരിപാടിയാണ്. ഇനിയിപ്പോൾ മൊയിലിന് തീറ്റ എടുക്കണം, അങ്ങനത്തെ കുറച്ച് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ചെറുക്കന് കുഴപ്പമൊന്നുമില്ല, ചെറുക്കൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, സുഖമായിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ തരത്തിലേക്ക് യൂസ്ഫുൾ ആയതും വിചാരിക്കുന്നു, എല്ലാവരും എൻജോയ് ചെയ്തെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.